ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ ആണ് ടർബോ. യെസ്, ടർബോ സിനിമ 4 ദിവസം കൊണ്ട് 50 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുകയാണ്. അത് ഒഫീഷ്യലായിട്ട് മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കാണാം. പീക്കേൻ്റെ ആണ് കേട്ടോ. അതെ, കുറച്ച് ദിവസമായി കണ്ടിട്ട്. എവിടെയായിരുന്നു എങ്ങനെ ആളെ കിട്ടൂല. അതെ, കറക്റ്റ് ടൈമിൽ ഇടുന്നില്ല കേട്ടോ. യെസ്, നമ്മൾ ഒരുപാട് ബിസി ആയി പോയില്ലടാ, അതുകൊണ്ട് നമുക്ക് ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് ശരിയാ. അല്ല, ചിലർ പറയുന്നുണ്ട് പീക്കെ ട്രോൾസ് നിങ്ങളുടെ ചാനൽ തന്നെയാണ് എന്നുള്ളത്. എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇവര് വിശ്വസിക്കൂല. പിന്നെ എന്ത് ചെയ്യാനാ? അപ്പൊ നമ്മുടെ തന്നെ ആയി കിടക്കട്ടെ, ഞങ്ങളുടേതല്ല. ഓക്കെ ഓക്കെ. 2 ദിവസം മുമ്പുണ്ടായിരുന്ന ക്രൈസിസ് താൽക്കാലികമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളാരും വിശ്വസിച്ചില്ല. അത് നമുക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാവരും എന്നെ സംശയിച്ചു. ഫ്ലാഷ് ബാക്ക്. സന്തോഷിക്കല്ലേ? എങ്കിൽ ദുഃഖിക്കാൻ തയ്യാറായിക്കൊള്ളൂ. നൗലു, നമ്മൾ കോടീശ്വരന്മാരാകാൻ പോകുന്നു. ആയി പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ വേണ്ട. 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. ടർബോ ജോസായി തകർത്താടിയ ടർബോ. കേരളത്തിൽ നിന്നും 4 ദിവസം കൊണ്ട് 20 കോടിയോളം രൂപ വീക്കെൻഡ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിൽ നിന്നും 30 കോടിയിലധികം രൂപയാണ് നേടിയിരിക്കുന്നത്. പേടിപ്പിച്ചോ? ഇന്ത്യക്ക് പുറമെ 70ഓളം വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ജനസംസാരം അങ്ങനെയാ. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. ഇല്ല, തളരൂല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ തളരൂല. ഇതോടെ മമ്മൂക്കയുടെ കരിയറിലെ ഫാസ്റ്റസ്റ്റ് 50 crore മൂവിയായി മാറിയിരിക്കുകയാണ് ടർബോ. ശരിക്കും നീ കലക്കിട്ടോ. ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് പിന്നീട് അങ്ങോട്ട് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിക്കുകയാണ്. അടിച്ച് കേറി വരട്ടെ. റിലീസ് ദിവസം പലരും പണം പൊട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എല്ലാ മുൻവിധികളും തകർത്ത് ടർബോ 50 കോടി ക്ലബിൽ കയറിയതിന്റെ സന്തോഷത്തിലാണ് മമ്മൂട്ടി ആരാധകർ. ഹാപ്പിയാണോ? പേടില്ല. ആ, അത് തന്നെയാ വേണ്ടേ. ഈ ചിത്രം 100 കോടി ക്ലബിൽ കയറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിനക്കും വേണ്ടാണോ? അതെ, എല്ലാം ദൈവത്തിന്റെയും ജനങ്ങളുടെയും കയ്യിലാണ്. റിലീസ് ദിവസത്തെ അപേക്ഷിച്ച് പിന്നീടുള്ള ദിവസങ്ങളിലും ശരാശരി 80% മുകളിൽ ഒക്യുപ്പൻസിയിലാണ് ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത്. ഭയങ്കര അത് കലക്കി. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഒക്യുപ്പൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ ചിത്രത്തിന് കേരളത്തിൽ നിന്നും മാത്രം 50 കോടി ക്ലബിൽ കയറാനും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ കയറാനും സാധിക്കും. നടപ്പുള്ള കാര്യം പോലും പറയാൻ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? പൊന്നെ ഉദാഹരണം പറയണേ. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി ഗുഡ്. ശരി, നല്ല അടിപൊളി സൂപ്പർ ഫൈറ്റ് പൊളിക്കാച്ചി പടം. അടിപൊളി പടമായിരുന്നു, കണ്ടില്ലായിരുന്നു നഷ്ടമായി പോയേനെ. നല്ല രീതിയിൽ നല്ല മേക്കിംഗ് ആണ്. അടിപൊളിയാ, നല്ല പടം. മുഖം തകർത്ത് കഴിഞ്ഞത് രക്ഷയില്ല. ഞാനിവിടെ വീഴുവാണ്. എന്റെ കൂടെ ഒരു 10-15 പേരെ അതിൽ ഒരാള് ഇപ്പോഴും പറയണ സജ്ജേട്ടാ മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അത് സത്യം, അത് വളരെ മോശമായിപ്പോയി. അത് മോശം തന്നെ കേട്ടോ. അത് നമ്മളും അംഗീകരിക്കുന്ന കാര്യമല്ല. വളരെ 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 മോശം. യെസ്. എന്തായാലും 50 കോടി ക്ലബിൽ, അതായത് മമ്മൂക്കയുടെ കരിയറിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 കോടി. 50 കോടി സംഭവം ആ കാര്യത്തിൽ നമുക്കൊരു ചെറിയ സംശയം ഉണ്ട്, ഈ 50 കോടി ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇവരെന്തായാലും ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് 52.11 അല്ലേ? അതെ. പക്ഷേ ഓവർസീസിൽ 30-അടുത്ത് എത്തണുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് എന്തായാലും അറിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ചെയ്യാം. അതെ, ഒരു പോസ്റ്റർ വന്നു. അതെ, പക്ഷെ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. എന്താണെങ്കിലും ഇവരൊരു പോസ്റ്റർ പുറത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ട്, ഭയങ്കര രസമുണ്ട്. വേറെ കമന്റ് ഉണ്ടായിരുന്നേ, നമുക്കൊന്നൊരു കമന്റ്, അതായത് ഡീഗ്രേഡിങ് എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ A+ ഗ്രേഡ് ആയിട്ടുണ്ട്. അത് കറക്റ്റാ. ആദ്യമായിരുന്നു ഡീഗ്രേഡ്, അതെ, ഇപ്പൊ മാറി. ഡീഗ്രേഡ് ആണെങ്കിൽ അതായത് D+ വാങ്ങണം, എന്നാലേ വിജയിക്കുള്ളൂ. അപ്പോൾ ഡീഗ്രേഡിലായിരുന്നു കളി.
ഇപ്പം ഡിഗ്രേഡ് മാറിയിട്ട് അത് ഗ്രേഡ് ഒന്ന് മാറി പിടിച്ച് A+ലേക്ക് എത്തിയിട്ടുണ്ട്. A+ലേക്ക് എത്തിയ പിന്നെ നോക്കണ്ടല്ലോ. അതെ, അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അത് തന്നെയാണ്. അത് നല്ലൊരു ഗ്രേഡായിരുന്നു. എന്തായാലും മഴ, ഡീഗ്രേഡിങ്, വ്യക്തിഹത്യ, ബോംബ് ഭീഷണി, പക്ഷേ ടർബോ മുന്നോട്ട് തന്നെ. ദാറ്റ്സ് വൈ വി കോൾഡ് ഇറ്റ് ടർബോ. ഇതാണ് ഇവർ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത്. മഴ അത് സത്യം കേട്ടോ, വളരെ ഭീകരമായ മഴയായിരുന്നു അന്ന് കേട്ടോ. ഒരു 2-3 ദിവസം 2-3 ദിവസം പിന്നീട് അങ്ങോട്ട് നിൽക്കുകയും ചെയ്തു. അതായത് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ. അതെ അല്ലേ? പിന്നെ വ്യക്തിഹത്യ, അതെന്താ ഒരു ഉദ്ദേശം? മമ്മൂട്ടി തന്നെ നന്നായിട്ട് തെറി വിളിച്ചിട്ടുണ്ട്. അത് തന്നെ വ്യക്തിഹത്യ എന്ന് പറഞ്ഞാൽ അത് തന്നെ. മമ്മൂക്കനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ തന്നെ കമന്റ്സുകളും ഒരുപാട് വന്നിട്ടുണ്ട്. അത് മനസ്സിലായി. അതായത് ഒരു വിഭാഗം ആൾക്കാര് ആളെ വേറെ രീതിയിലാക്കി അല്ലേ? പിന്നെ ആ വഴി. അതാണല്ലോ വ്യക്തിഹത്യ. അതെ. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഭവം അല്ലേ? അത് സത്യം കേട്ടോ. അതിന് പ്രത്യേകിച്ച് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ബോംബ് ഭീഷണി. സത്യമായിട്ടുള്ള കാര്യം. ഇത് ഇതുവരെ ആരും നേരിടാത്ത സാധനം അല്ലേ? ഇതുവരെ ഒരു സിനിമയ്ക്ക് ഇല്ലാത്തൊരു സാധനം അല്ലേ ബോംബ് ഭീഷണി. ശരിയായിരുന്നു. ഇത് റയർ പീസാണ്, പുതിയ വജ്രായുധമാണ്. എന്തായാലും അതിനെയും മറികടന്ന് മുന്നോട്ട് പോയി. ഇതെന്താ പറയുക, ഈ ബോംബ് ഭീഷണിക്ക് ഒരു പ്രശ്നമുണ്ട്. അത് എത്ര ഫേക്കാണെന്ന് പറഞ്ഞാലും അത് തള്ളിക്കളയാൻ പറ്റില്ല. പേടിക്കണം, കുറച്ച് കൂടുതലായിട്ട് പേടിക്കണം. പണ്ട് ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എവിടുന്നോ ഒരു കോള് വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ബസ് സ്റ്റാൻഡ് സെർച്ചിങ് പരിപാടികളൊക്കെ നടന്ന അതേ സെയിം ആണ്. അത് വെച്ചിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് അവിടെ. എവിടെയാണെങ്കിലും അതായത് ബോംബ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസിന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. പിന്നെ അതിനെക്കുറിച്ച് നോക്കി എല്ലാം വിശദമായിട്ട് പരിശോധിച്ച് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇത് ഫേക്ക് ന്യൂസാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ ഒരു പരിപാടി. പിന്നെ അവിടെ എന്താ പ്ലാൻ ചെയ്തിരുന്നത് അത് നടക്കണമല്ലോ. അത് നടക്കണമെങ്കിൽ എന്തായാലും മോശമില്ലാത്ത കളക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങളെപ്പോഴും ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ്. ഏത് സിനിമക്കും ഇതുപോലെ ചെയ്യാറുണ്ട്. മലൈക്കോട്ടെ വാലിബനൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ട് നമ്മളെ മമ്മൂട്ടി ഫാൻസ് ആക്കരുത്, അതുപോലെ മോഹൻലാൽ ഫാൻസും ആക്കരുത്. നമുക്ക് എല്ലാവരെയും ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ ഇനി അടുത്ത വരുന്ന സിനിമ ഗംഭീരമാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. കാരണം നമുക്ക് നമ്മുടെ നിലനിൽപ്പും കൂടി നോക്കിയിട്ട് വേണ്ട എന്ത് ചെയ്യുമ്പോഴും. അത് അത്രേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല ഇതിനകത്ത് കൂടുതലായിട്ട്. പിന്നെ റിവ്യൂവേഴ്സ് എല്ലാവരും ചെയ്യുന്നത് പോലെ അല്ല നമ്മുടെ ചാനല്. നമ്മൾ എല്ലാത്തിനും അതിന് ശേഷം വീഡിയോസ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ജയിലർ സിനിമ അല്ലേ, അതിൽ ആകെ 5 മിനിറ്റ് അല്ലേ ലാലേട്ടനുള്ളൂ. അതിന്റെ പേരിൽ ഞങ്ങൾ എത്രത്തോളം ആഘോഷിച്ചാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതിന്റെ ട്രോളുകൾ തന്നെ എത്ര ട്രോളിന് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, അത്രയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളൂ ഇതെല്ലാം. അല്ലാണ്ട് ഇതൊന്നും നമ്മൾ ഇന്ന ആൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല, എല്ലാവർക്കും വേണ്ടിയും ചെയ്യും അത് ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.